അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് നമസ്കാരം. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പുതിയ എക്സ്ട്രീമിൻ്റെ പുതിയ വണ്ടിയെക്കുറിച്ചാണ്. പുതിയ വണ്ടിയല്ല, ഇതിൻ്റെ കുറച്ച് അപ്ഡേറ്റഡ് വേർഷനാണ്. അതിനകത്തെന്ന് പറയുമ്പോൾ കുറച്ചധികം അപ്ഡേറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഈ സ്ഥലം കൂടെ കാണിക്കാനൂടെയാണ് വന്നത്. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്ട്രീമിന് ഡ്യുവൽ ചാനൽ ABS കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ക്രൂയിസ് കൺട്രോളും പിന്നെ TFT ഡിസ്പ്ലേസ് ആണെന്നാണ് പറയുന്നത്. കറക്റ്റ് അറിയത്തില്ല, പക്ഷേ TFT ഡിസ്പ്ലേസ് ആണെന്നാണ് ഞാൻ കഴിഞ്ഞ റിവ്യൂസിലൊക്കെ കണ്ടപ്പം കേട്ടത്. അതാണെങ്കിൽ നമുക്ക് എന്തായാലും അതിനകത്തോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ ഞാൻ തീരുമാനിക്കുന്നുണ്ട്. കറക്റ്റ് അറിയത്തില്ല, പക്ഷേ എന്തായാലും ശ്രമിക്കാം. ഇത് എങ്ങോട്ട് പോകുന്നുണ്ട് ഇതുവഴി? എന്തായാലും ബൈക്കും വണ്ടിയൊന്നും കയറില്ല, നടന്നേ പോകാൻ പറ്റുള്ളൂ. സൂപ്പർ സ്ഥലമല്ലേ. മഴ സമയത്ത് ഇങ്ങോട്ട് വരുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണ്. അതെന്താണ് എരുമി കണ്ടപ്പോൾ വേറെ എന്തൊക്കെ വിചാരിച്ചു. ആ തോട്ടിൽ കിടക്കണുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എനിക്ക് കണ്ടപ്പം വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു മിനിറ്റ്, കൊള്ളാമല്ലേ ഈ സ്ഥലം? നല്ല സെറ്റ് സ്ഥലം. കൊള്ളാം കേട്ടോ, അവർ നല്ല ജീവിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. നമുക്കിവിടെ ഒന്ന് കൂടെ കയറി കിടന്നാലേ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഈ നേച്ചറും കണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ തോന്നുന്നില്ല. ഇവിടെ ആരോ ഉണ്ട് കേട്ടോ. പാടം ആരോ താമസിക്കുന്നു കേട്ടോ അവിടെ. പക്ഷേ അത് കൊള്ളാമല്ലോ, നല്ല സെറ്റപ്പ് വീട് കേട്ടോ. നല്ല ഇത് അവിടെ നിന്ന് കിടന്നിട്ട് എണീക്കുമ്പോഴത്തേക്കും നല്ല സീനറിയുള്ള. ഓഹോ, ഇത് സീനറിയുടെ ഇവിടെ വൈകുന്നേരത്തെ ആ പാട്ടും ആകുമ്പോൾ ഒരു വല്ലാത്തൊരു സീനറി. എന്താ ഇത്, വൈകുന്നേരം ആ കോവിലിലെ പാട്ടും. അപ്പം വെളുപ്പാങ്കാലത്തൊക്കെ എങ്ങനെയായിരിക്കും വന്നത്? വെളുപ്പാങ്കാലത്ത് ഒരു ദിവസം ഇങ്ങോട്ട് വരണം. ഇവിടെ അടുത്ത് തന്നെ എനിക്ക്. ഈ പാടമൊക്കെ കണ്ടു നിൽക്കാൻ വല്ലാത്ത സുഖം. ഒരു ചായ കൂടെ കിട്ടിയിരുന്നു, ചായയും പഴംപൊരി. ഒരു ചായയും പഴംപൊരിയും കഴിച്ചുകൊണ്ട് ഇരിക്കണം, നല്ല രസം. അപ്പം എരുമ ഈ വീട്ടിലെ ആൾക്കാരുടെ അവിടെ വീട് പോലെ എന്തോ കിടക്കണമുണ്ട്, താമസം കാണും. എനിക്ക് ചെറിയ ജലദോഷമുണ്ട്, ഇന്നലെ അങ്ങോട്ട് പിടിച്ചുണ്ട്. വണ്ടിയുടെ കാര്യത്തിന് വീഡിയോ എടുത്തതാണ്, ഇപ്പം നേച്ചറിൻ്റെ കാര്യമായി. ഓക്കെ, ഒരു ദിവസം നമുക്ക് എക്സ്ട്രാ ഇങ്ങോട്ട് വരാം. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോയുടെ കാര്യത്തിലേക്ക് വരാം. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോഴേ വല്ലാണ്ട് ഇഷ്ടമായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വണ്ടിക്കകത്താണെങ്കിൽ ആകെയുള്ള ഒരു ട്രിപ്പ് 1ഉം ട്രിപ്പ് 2ഉം പിന്നെ ഒരു ലൈവ് മീറ്ററാണ്. ഇതിൽ ലൈവ് മൈലേജ് ടെസ്റ്റിൻ്റെ അങ്ങനെ എന്തോ കണ്ടേ ഉള്ളൂ. അത് വലിയ ഉപയോഗമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മുടെ പുതിയ അപ്ഡേറ്റഡ് വേർഷനിൽ വരുന്നത് അതിനകത്ത് ഇതുണ്ട്, ആവറേജ് ഫ്യൂൽ എക്കോണമിയൊക്കെ കാണിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. പിന്നെ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ള പെട്രോളിൽ എത്ര
ആവറേജ് കാണിക്കുന്നുണ്ട്. ആ ആവറേജ് കാണിക്കുന്ന ഇത് എനിക്ക് വലിയ ആവശ്യമുള്ള ഒരു കാര്യം കൂടെയായിരുന്നു. പക്ഷെ അത് ഇതിനകത്തില്ല. അത് നമ്മുടെ പുതിയ അപ്ഡേറ്റ് വേർഷനിലുണ്ട്. അത് എനിക്ക് വളരെ വളരെ ഉപകാരമുള്ള ഒരു കാര്യമായിട്ട് തോന്നിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതെത്തുമ്പോൾ എന്തൊരു റിസർവ് എത്തുമ്പോൾ മിക്കവാറും ബ്ലാങ്കായിട്ട് കാണിക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് അതറിയത്തില്ല. അത് നമുക്ക് ടെസ്റ്റ് റൈഡിന് ഇവിടെ നമ്മുടെ കേരളയിൽ ആദ്യം ഇറങ്ങുന്നതിൻ്റെ അന്ന് നമുക്ക് ശ്രമിക്കാം. ഇനി എങ്ങനെ പോകണം? ഓക്കെ, നമുക്ക് കേരളയുടെ ഇവിടെ ഇറങ്ങുന്ന അന്ന് നമുക്ക് ടെസ്റ്റ് റൈഡ് അടിക്കാം. അന്ന് എടുത്ത് നമുക്ക് ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. സോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഷോറൂമിലൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ഞാൻ റിവ്യൂ ഇടാൻ ശ്രമിക്കാം. കാരണം എനിക്ക് ആ വണ്ടി വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ EMIക്കാണ് എടുത്തേക്കുന്നത്. സോ എനിക്ക് ആ വണ്ടിയിലൂടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയ വളരെ ഉപകാരം. കാരണം അതിനകത്ത് ഓൾമോസ്റ്റ് എനിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യവും ഉണ്ട് കേട്ടോ. ഇതുപോലെ ആവറേജ് കാണിക്കുന്നുണ്ട്, എക്കോണമി കാണിക്കുന്നുണ്ട്, പിന്നെ നാവിഗേഷൻ ഉണ്ടെന്ന് പറയുന്നത് അത് വലിയ ഉപകാരമൊന്നും ആവത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇറങ്ങിക്കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. അത് നമ്മുടെ നമുക്ക് ഈ പുതിയ അപ്ഡേറ്റഡ് എക്സ്ട്രീമിൽ കൊടുത്തേക്കുന്ന നമ്മുടെ ഹീറോ ഗ്ലാമറിൽ കൊടുത്തേക്കുന്ന ക്രൂയിസ് കൺട്രോളും പിന്നെ ആ ഡിസ്പ്ലേ ആണ് നമ്മുടെ ഈ പുതിയ എക്സ്ട്രീമിലും കൊടുത്തേക്കുന്നത്. ഈ സെയിം ഡിസ്പ്ലേ തന്നെയാണ് നമ്മുടെ ഹീറോ എക്സ്ട്രീമിൻ്റെ 160R ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് വേർഷനിലും കൊടുത്തേക്കണം. ഇപ്പം കൊടുത്തേക്കുന്ന പുതിയ എക്സ്ട്രീം 160യിലാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ 250 എക്സ്ട്രീമിൻ്റെ ആ ഫ്രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനും പിന്നെ ഗ്ലാമറിൻ്റെ ആ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി തന്നെ. എന്തായാലും നല്ല ഒരു ഇതാണെങ്കിൽ കോപ്പി അടിക്കുന്നതിൽ കുഴപ്പമില്ല. എല്ലാ ഫീച്ചേഴ്സും അടങ്ങാൻ വേണ്ടിയിട്ട് കോപ്പി അടിച്ച് വെക്കുന്നതിൽ അത് നല്ലൊരു ഉപകാരമാണ്. ഉപകാരമുള്ള കാര്യമൊക്കെ കോപ്പി അടിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നും അങ്ങനെ കാണുന്നില്ല. സോ നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് റൈഡ് കേട്ടോ. ചെറിയൊരു എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഈ സ്ഥലങ്ങളൊക്കെ. എന്താണ് വൈകുന്നേരമൊക്കെ വരെ ഒരു പ്രത്യേക സുഖമാണ് ഇവിടെ. നേച്ചർ അതിനെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല. സോ നമ്മൾ പറഞ്ഞു തന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ എക്സ്ട്രീം 160R ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വേർഷനിൽ 250 എക്സ്ട്രീമിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റും പിന്നെ ഹീറോ ഗ്ലാമറിൻ്റെ TFT ഡിസ്പ്ലേസ് ആണെന്ന് തോന്നുന്നു, അതും കൊടുത്തേക്കുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ അതിനകത്തില്ല. പക്ഷേ നമ്മുടെ 125Rലാണെങ്കിൽ ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് ലോഡ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എക്സ്ചേഞ്ച് ചെയ്യും. കാരണം എനിക്ക് ആ വണ്ടി വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഡിസ്പ്ലേ കുഴപ്പമില്ല, ബട്ട് ഇതിനകത്ത് ആവശ്യമുള്ളൊന്നുമില്ല. ട്രിപ്പ് 1 ഉണ്ട്, ട്രിപ്പ് 2 ഉണ്ട്. പക്ഷേ അതൊക്കെ 1000 കഴിയുമ്പോൾ റീസെറ്റ് തന്നെ ആവും. സോ അത് വലിയ ഉപകാരമില്ല. പിന്നെ ഇതിനകത്ത് ആവറേജ് കിലോമീറ്റർ അത് ലൈവാണ് കാണിക്കുന്നത്. അത് വലിയ ഉപകാരമില്ലാത്തതുകൊണ്ട് പിന്നെ ഓഡോമീറ്ററിൻ്റെ എത്ര കിലോമീറ്റർ ഓടിയെന്നുള്ളത് അത് വലിയ ഉപകാരമില്ലാത്ത കാര്യമാണ്. സോ അതിനകത്തോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ എന്തായാലും അങ്ങോട്ട് ചാടും. കാരണം എനിക്ക് ആ വണ്ടി നല്ല ഇഷ്ടപ്പെട്ടു. ഹെഡ്ലൈറ്റ് എല്ലാം പ്രൊജക്റ്റ് ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്ന സെയിം ഇത് തന്നെ. ഇൻഡിക്കേറ്റേഴ്സും LED തന്നെയാണ്. പിന്നെ ഹസാർഡ് ലൈറ്റ് ഇവിടെ നിന്ന് മാറ്റി ഇപ്പുറത്തോട്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഹസാർഡ് ലൈറ്റ് ഉണ്ട്, പിന്നെ ക്രൂയിസ് കൺട്രോള്, പിന്നെ ഇത് പിന്നെ മറ്റേതിനകത്ത് ഇതുണ്ട് 10 സെക്കൻഡ് അങ്ങോട്ട് കഴിയുമ്പം തന്നെ ഓഫ് ആവുന്നത്. അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഹെഡ്ലൈറ്റൊക്കെ ഇപ്പുറത്തോട്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇത് നമുക്ക് പാസിങ് സ്വിച്ച് അല്ല ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ അവർ ഇങ്ങനെ ഓണാക്കാനോ ഓഫാക്കാനുള്ള ഹൈ ബീമും ലോ ബീമും ഒക്കെ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കൺട്രോൾ പാനൽസ് വെച്ചിട്ടുണ്ട്. 3 മോഡ്സ് ഉണ്ട്. റെയിൻ മോഡ്, സ്ട്രീറ്റ് മോഡ്, പിന്നെ എക്കോണമി അല്ലല്ലോ എക്കോ മോഡും. ഈ 3 മോഡ്സ് ഉണ്ട്. പിന്നെ 2 സ്വിച്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത് കൺട്രോൾ പാനൽസാണ്. നമുക്ക് ഇത് ആവറേജ് ഇതൊക്കെ ഡിസ്പ്ലേയിൽ കാണാൻ വേണ്ടിയിട്ടുള്ള
നമ്മുടെ കൺട്രോൾ സ്വിച്ചസ് ആണ്. പിന്നെ ഹോണും ഇൻഡിക്കേറ്റേഴ്സും നോർമൽ ഇത് തന്നെയാണ്. പിന്നെ ബാക്കി ഇപ്പോഴത്തെ വരുമ്പോഴത്തേക്കും നമുക്ക് ഹസാർഡ് ലൈറ്റും പിന്നെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടണും കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ ബാക്കിൽ ഇത് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ABS ആണ്. സോ ഡ്യുവൽ ചാനൽ ABS ആണ് നമുക്ക് ഇത്തവണ വരുന്നത്. സോ വളരെ വളരെ ഉപകാരമുള്ള ഒരു വണ്ടിയായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ എക്സ്ട്രീം 125. പിന്നെ പ്രൈസ് നമുക്ക് കേരളയിൽ എത്ര വരുമെന്ന് അറിയത്തില്ല. ഇതിന് 135 ആണ് പറയണത്. നമ്മുടെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ 1,35,000. സോ ഇതിൻ്റെ ഈ വണ്ടിയുടെ ഈ സിംഗിൾ ചാനൽ ABSൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. സോ നമുക്ക് ആ പുതിയ വേർഷൻ ഒരു 1,40 പ്രതീക്ഷിക്കാം. 1,50 കൂടെയാണെങ്കിൽ വാല്യൂ ഫോർ മണി അല്ല. വാല്യൂ ഫോർ മണി ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം 1,50,000 അത് കുറച്ച് ഓവർ പ്രൈസ് ആവും. 1,40,000-45,000 താഴെയാണെങ്കിൽ 40,000 താഴെയാണെങ്കിൽ നമുക്ക് 100% വാല്യൂ ഫോർ മണിയാണ്. അങ്ങനത്തെ ഒരു വണ്ടി കിട്ടുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഉപകാരപ്രദമാണ്. സോ എന്തായാലും എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് 140 കൂടാൻ ഒരു ചാൻസും കാണുന്നില്ല. സോ ബാക്കിൽ കൊടുത്തേക്കുന്ന ഡിസ്ക് ബ്രേക്ക് 240 mm നോർമൽ ഡിസ്ക് ബ്രേക്സ് തന്നെയാണ്. ഫ്രണ്ടിൽ നമുക്കിപ്പോൾ കൊടുത്തേക്കുന്നത് 276 ഡിസ്ക് ബ്രേക്സ് നോർമൽ ഈ ഉള്ളത് കണക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. സോ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് 1,40 കൂടില്ല. 1,40 കൂടിയില്ലെങ്കിൽ ഞാൻ ആ വണ്ടിയിലോട്ട് 100% ഞാൻ ചേഞ്ച് ചെയ്യും. എന്നിട്ട് അത് എൻ്റെ ഒരു അതിനകത്ത് നമുക്ക് എന്തൊരു PPF ഒക്കെ ചെയ്യണം. കാരണം ആ വണ്ടി ഞാൻ മെയിനാക്കാൻ പോകുന്നത് എൻ്റെ ലൈഫ് ടൈം ഫുള്ള് യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം നല്ല മൈലേജ് ഉണ്ട്, നല്ല ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ വണ്ടിയിൽ. ഞാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഒരു വണ്ടിയിൽ ഉണ്ടാവണമെന്നാണ് എനിക്ക്. പക്ഷെ അത് 125cc താഴെ അല്ല 150cc താഴെയുള്ള ഒരു വണ്ടി ആവണമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം എനിക്ക് ഇപ്പോൾ ഒരു 200cc മുകളിലൊരു വണ്ടി മാനേജ് ചെയ്യാൻ പറ്റില്ല. ഈ വണ്ടി തന്നെ മാനേജ് ചെയ്യുന്നത് എനിക്കറിയാം. സോ നമുക്ക് കാരണം വണ്ടി എടുത്ത് പെട്രോൾ മാത്രം അടിച്ചാൽ പോരല്ലോ, സർവീസും അതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാർട്സിൻ്റെ കാര്യങ്ങളും മറ്റതും മറിച്ചതും. സോ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ 125cc മതി. കാരണം എനിക്ക് കിട്ടുന്ന പൈസ വെച്ച് അനുസരിച്ച് നോക്കുമ്പോൾ എനിക്ക് 125cc ഉള്ള വണ്ടികളൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇൻ ഫ്യൂച്ചറിൽ ഞാൻ ഒരു കാറൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് അതും കൂടെ മാനേജ് ചെയ്യാൻ പറ്റണമെങ്കിൽ അതിൻ്റേതായ കണക്ക് കൂട്ടലുണ്ട്. സോ ഇപ്പോൾ ഞാൻ എന്തായാലും മറ്റേ നമ്മുടെ എക്സ്ട്രീമിൻ്റെ 125R അപ്ഡേറ്റഡ് വേർഷനിലോട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ അന്ന് ഞാൻ പറയാം. എന്തായാലും എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഈ വണ്ടിയുടെ ഫുൾ CC അടച്ചു കഴിഞ്ഞിട്ട് ഇത് കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ ഷോറൂമിൽ തന്നെ ഞാൻ എക്സ്ചേഞ്ച് ചെയ്യും, ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വേറൊരു സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന ഒരു കമ്പനിയിൽ കൊടുക്കും. എവിടെ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് അവിടെ കൊടുത്ത് ഞാനാണെങ്കിൽ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും പുതിയ ഒരെണ്ണം എടുക്കാൻ തന്നെയാണ് ഉദ്ദേശം. പിന്നെ സർവീസിൻ്റെ അത് കഴിഞ്ഞ് അതിൻ്റെ സർവീസിൻ്റെ കാര്യമുണ്ട്. കുറച്ച് പാടാണ്, എന്നാലും നമുക്ക് ശ്രമിക്കാം. സോ കൊള്ളാം, ഇപ്പോൾ ഇറങ്ങി ഈ വേർഷൻ കൊള്ളാം. റൈഡറാണെങ്കിൽ ഫ്രണ്ടിൽ സിംഗിൾ ചാനൽ ABSും ബാക്കിൽ ഡിസ്ക് ബ്രേക്കും കൊണ്ടുവന്നപ്പോൾ ഹീറോ ഫ്രണ്ടിലും ബാക്കിലും ഡ്യുവൽ ചാനൽ ABS കൊണ്ടുവന്ന് വീണ്ടും ഹീറോ ആയിരിക്കുകയാണ്. സോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ എക്സ്ട്രീമിൻ്റെ പുതിയ അപ്ഡേറ്റഡ് അത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. സോ അതുവരെ നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് കാണാം. ഇപ്പം ഇത്രയൊക്കെ തന്നെയാണ്. ഈ സീനറി കൊണ്ട് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഞാൻ തിരിച്ച് പോകുന്നുണ്ട്. ഈ കൈ ഡിഫറൻസ് ഉണ്ട്. ഈ കൈ എനിക്ക് കൊച്ചുനാളിൽ ഒടിഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വളവുണ്ട്, ഇവിടെ ഒടിഞ്ഞിട്ടുണ്ട്. സോ അതുതന്നെ നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. സോ ഇപ്പോൾ ഈ പീസ്ഫുൾ നേച്ചർ ഞാൻ കുറച്ചൊന്ന് അലിഞ്ഞ് ചേർന്നിട്ട് നമുക്ക് സമയം ഇപ്പോൾ 6 മണി ആവാറായി. നല്ല സുഖമുണ്ട് കേട്ടോ. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരെ നമുക്ക് പീസ് ഓഫ്.